ബഹുമാനപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഒരു പുതിയ ചാനലായ സിംപ്ലി റിയൽ ബൈ രവി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നെയും എൻ്റെ ഈ ചാനലിനെയും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന വോട്ടിൻ്റെ കള്ളത്തരങ്ങളാണ്. ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്, ഇലക്ഷൻ കമ്മീഷണർ, പിന്നെ സുപ്രീം കോടതി എന്നിവർ നിശ്ചിതമായിരിക്കുന്നു. അവർ അത് ചെയ്ത് ഇന്ത്യൻ ജനതയുടെ സംശയങ്ങൾ സംരക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈയിടെയായി ബീഹാറിൽ 65 ലക്ഷം വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി എന്നറിയാൻ കഴിഞ്ഞു. പല പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഈ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി വന്നിരിക്കുന്നു. 65 ലക്ഷം വോട്ടേഴ്സിനെ വെട്ടിമാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും എന്തുകൊണ്ട് വെട്ടിമാറ്റി എന്നുള്ളതിൻ്റെ വിശദീകരണം ആ വെബ്സൈറ്റിൽ കാണിക്കണം എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഇലക്ഷൻ കമ്മീഷണർ ആ ലിസ്റ്റ് വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുന്നതിനൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതാത് സ്ഥലത്തെ ലിസ്റ്റ് ജനങ്ങൾക്ക് പരിശോധിക്കുകയും അവർ ലിസ്റ്റിൽ നിന്ന് പിന്തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അർഹരായവരാണ് എങ്കിൽ അവർക്ക് വീണ്ടും അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനുള്ള സൗകര്യവും കൊടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷണറോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ അപ്ലിക്കേഷൻ കൊടുത്ത് വീണ്ടും ചേർക്കുന്നതിന് വേണ്ടി ഇവരുടെ വോട്ടേഴ്സ് ലിസ്റ്റും ആധാർ കാർഡും ഒരു ആധാർ കാർഡ് സ്വീകരിച്ചിട്ട് ഇവരുടെ അപ്ലിക്കേഷൻ സ്വീകരിച്ച് ഇവർ വീണ്ടും വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കണം എന്നാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. ജനാധിപത്യ ഇന്ത്യയിൽ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ട്. അതായത് ഇന്ന് ഈ ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അടുത്തതിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.